ഹായ്, വേടനാണ് വിഷയം. വാസ്തവത്തിൽ ഈ വേടന്റെ വിഷയം തന്നെ പറയേണ്ടി വരുന്നത് ഇവർ വീണ്ടും വേടനെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ്. വേടന്റെ ഒരു കവിത പാഠ്യവിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, റാപ്പ് സംഗീതത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു താരതമ്യ പഠനത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA മലയാളം സെക്ഷനിലാണ്, അതായത് 4th സെമസ്റ്ററിലാണെന്നാണ് കേട്ടത്. അപ്പം ഈ ഒരു വിഷയത്തിൽ ഈ VCക്ക് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് അംഗമായ MK അനുരാജ് വൈസ് ചാൻസലർ P രവീന്ദ്രന് കത്ത് നൽകി. അതായത് BJPയുടെ അനുകൂലമായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗം AK അനുരാജാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ, ഒരു കാരണവശാലും വേടന്റെ ഈ ഒരു സംഗീതം അനുവദിക്കാൻ പറ്റത്തില്ല. സംഗീതമല്ല, അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതവും മൈക്കിൾ ജാക്സന്റെ റാപ്പ് സംഗീതവും തമ്മിൽ താരതമ്യ പഠനമാണ് അവിടെ നടത്തുന്നത്. അമേരിക്കൻ റാപ്പ് സംഗീതവും കേരളത്തിന്റെ ഈ റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനം നല്ലൊരു സംഗതി തന്നെയാണ്. കുട്ടികൾക്ക് പാഠ്യ വിഷയമാക്കിയതിൽ വളരെയധികം സന്തോഷവുമുണ്ട് വേടനിക്ക് എന്നുള്ളതും നമ്മൾ അറിയുന്ന കാര്യവും. ഇത് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയാം, തമ്പുരാൻ എന്നൊരു ജാതി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതേസമയം പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, തമ്പുരാനാണെങ്കിൽ എനിക്കൊരു മലരുമല്ല എന്നാണ് വേടൻ പാടിയത്. തമ്പുരാൻ എന്നൊരു ജാതി എക്സിസ്റ്റ് ചെയ്യാത്തിടത്ത് അങ്ങനെ ഒരു വിഭാഗത്തിന് എന്ത് ടെൻഷൻ വന്നു എന്നുള്ളത് നമ്മൾ അന്തം വിടും. അപ്പോൾ ഇവിടെ ആരാണ് തമ്പുരാന്മാർ? അഫ്കോഴ്സ് അത് BJPക്കാരാണ്. അവർക്കാണല്ലോ ഈ വേദന. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വേടനെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവർ ആരെങ്കിലും മറ്റൊരു വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ? മറ്റാർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ല. വേടന്റെ പാട്ടുകൾ ആസ്വദിക്കുന്ന കുഞ്ഞുകുട്ടികളാണ്. അതൊരു കുഴപ്പമാണെന്നാണ് പറയുന്നത്. കാരണം വേടൻ മയക്കുമരുന്ന് കഴിക്കും അത്ര. ഇവിടെ മയക്കുമരുന്നും അതേപോലെ മദ്യവും കഴിക്കാത്ത ഈ പഴയ കാലഘട്ടത്തിലെ കുറേ നമ്മൾ വയലാറിനെ എടുക്കാം. വയലാർ രാമവർമ്മ ഫേമസ് ആണ്. രാമവർമ്മയെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് കള്ളും പെണ്ണും ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. ഒരു പാട്ടെടുത്ത് വയലാറിന്റെ ഗാനങ്ങൾ എന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പറയും. അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുക, അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം എടുത്ത് നോക്കുക, അതിനകത്തുണ്ട് ഫസ്റ്റ് ക്ലാസ് കള്ളുടിയനാ. അതുപോലെ കള്ളും പെണ്ണും മുഖ്യം. പെണ്ണിനെയും കള്ളിനെയും കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്നത്തേക്ക് ഒരു പാട്ട് റെഡി എന്ന് കേട്ടിട്ടുണ്ട്. ഓരോരുത്തരെ നമുക്ക് ഒരുപാട് പേര് അങ്ങനെ എടുത്തു വെച്ച് പറയാൻ പറ്റും. വേടൻ കുടിച്ചു, വേടൻ്റെത് പറ്റത്തില്ല എന്ന് ഇയാൾ അവകാശപ്പെടുമ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്ന വസ്തുത നമുക്കൊന്ന് വായിക്കാം. കലയിലും പഠനത്തിലുമൊക്കെ മഹത്തായ പാത സൃഷ്ടിച്ചിട്ടുള്ള ഭാരതീയ സംസ്കാരത്തെ അറിഞ്ഞോ അറിയാതെയോ വെല്ലുവിളിക്കുന്ന ശൈലി ഹിരൺദാസിന്റെ പാട്ടുകളിലും നിലപാടുകളിലും പ്രകടമാണ്. എനിക്ക് ഈ ഒരു വിഷയം മനസ്സിലാവുന്നില്ല. ഭാരതീയ സംസ്കാരത്തിനെ അറിഞ്ഞോ അറിയാതെ വെല്ലുവിളിക്കുന്നു. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഇതാണോ? ഇത്ര വൾഗാരിറ്റി ഉള്ളതാണോ? അതിനെ വെല്ലുവിളിക്കുന്നത് വേടനാണെങ്കിൽ ഇതാണോ ഭാരതീയ സംസ്കാരം? അന്നടാ ഭാരതം നിന്റെയൊക്കെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ. ഹിരൺദാസിന്റെ പാട്ടുകളിലും നിലപാടുകളിലും പ്രകടനമാണ് എന്നത് അപകടകരമായ സാഹചര്യമാണ്. ആർക്ക് അപകടം? നിങ്ങൾക്ക് അപകടകരമാണോ? BJPക്ക് ഇത് അപകടകരമായ സാഹചര്യം തന്നെയാണ്. എന്നിരിക്കെ ഇയാളുടെ രചന പഠിപ്പിക്കാൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാകുന്ന തെറ്റായ സന്ദേശം സമൂഹത്തിന് പകരുമെന്ന് ഉറപ്പാണ്. ഇവർക്കതൊരു വെപ്രാളം കൊടുക്കുന്ന വിഷയം തന്നെയാണ്. കാരണം ഇവർക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവരുടെ ജാതീയ വേർതിരിവും ഉച്ചനീചത്വവും ഒക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള ഭയപ്പാടാണ് കാണുന്നത്. അത്യന്തം ഖേദകരമായ തീരുമാനം പിൻവലിക്കണമെന്നും ഇയാളുടെ രചനകൾക്ക് പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ പാഠഭാഗമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പരാതിയിൽ പറയുന്നു. എന്നാൽ വയലാറിന്റെ എടുക്കാം, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, കഞ്ചാവില്ല, പകരം കള്ളും പെണ്ണും മാത്രമല്ലേ ഉള്ളൂ. എളുപ്പ പരിപാടിയല്ലേ. കാലിക്കറ്റ് സർവകലാശാലയിലെ BA മലയാളം 4ാം സെമസ്റ്ററിലാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പ് ഗാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടും വേടന്റെ പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ പാഠത്തിലുള്ളത്. അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് അടിസ്ഥാന ലക്ഷ്യം. അപ്പോൾ ഇതിനെതിരെ ഈ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ കുത്തിക്കഴപ്പ് ഒന്ന് പുള്ളി കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ കലാഭവൻ മണി കള്ളു പിടിച്ചാണ് തീർന്നത്, കീരിപോണ്ടാണ്. എന്നിരുന്നാലും കലാകാരന്മാരുടെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾ അതിൻ്റെ കലയെ ആസ്വദിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ആസ്വദിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം എഴുതിയത് ഈ കലാഭവൻ മണിയുടെ ചില വരികളൊക്കെ തന്നെ പാണം കത്തണമ്മ എന്നുള്ളതൊക്കെ അനുഭവ സാക്ഷ്യങ്ങളാണ്. ഇതേപോലെ അനുഭവ സാക്ഷ്യങ്ങൾ ആരെ കൊണ്ടും പറയാനൊക്കത്തില്ല. അത്തരത്തിൽ അനുഭവ സാക്ഷ്യങ്ങൾ വേടനെ പോലുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേടൻ അത് കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഒന്ന് കേൾക്കാം. പൊതുസമൂഹം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ, ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ ലൈക്ക് എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. എനിക്ക് അതിനങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരഞ്ജത്താണെന്നേ. ഈ RSSന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പോൾ ഒരു പുള്ളിക്കാരെ ഈ അടുത്ത് ഇന്റർവ്യൂവിൽ വന്ന് പറയണ കേട്ടു. കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ
RSSന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തല്ല, അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത്. ഉം. അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ചേട്ടന് മനസ്സിലാവില്ലല്ലോ, അടി വാങ്ങിയത് ഞാനല്ലേ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു. ചില ഭീഷണിയൊക്കെ വന്നിരുന്നു എന്ന് കേട്ടു. അത് ഇടക്കിടക്ക് വരുന്നുണ്ട്. യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. യൂട്യൂബിലെ ഭീഷണി പാലക്കാട് വന്നാൽ അടിക്കും എന്നൊക്കെയാണ് ഞാൻ അത് മനസ്സിലായത്. നമ്മളെ കയറി അടിക്കുന്നൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ടോ? അതൊന്നും അടിക്കാൻ പോകുന്നില്ല. പക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് വേടൻ എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓ പിന്നെ ഞാനതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഉം. കുറച്ച് ആൾക്കാർ ഇതിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം വേടന് ആ ഫയർ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? അതോ ആ ഫയർ കൂടുകയാണോ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഓപ്പൺ ആയി എനിക്ക്. അപ്പൊ ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരിക്കലും ആ തീ കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഫയർ വിടാതിരിക്കാൻ തീർച്ചയായിട്ടും. രാഷ്ട്രീയം പറയുന്നത് നിർത്തുകയില്ല. അത് ലൈക്ക് ഐ തിങ്ക് ഐ എം ദ ചോസൺ വൺ. ഞാനല്ലെങ്കിൽ മറ്റാരും ഇത് പറയും അല്ലേ? ഒരു അവൻ പറഞ്ഞതാണ് ശരി. ഐ ആം ദ ചൂസ്ഡ് വൺ. എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, എന്നെ ചൂസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, ശബ്ദമുയർത്താൻ എന്നെ ചൂസ് ചെയ്തിരിക്കുന്ന നമ്മൾ പറയുന്നിടത്തുണ്ട്. ആ തീ അതിനകത്തുണ്ട്. അത് മാത്രമല്ല, അതിന് മുമ്പൊരു കാര്യമല്ലേ, ചേട്ടനല്ലോ ചേട്ടൻ അനുഭവിച്ചത് എന്ന്. ജയ് ശ്രീറാമിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് അവന്മാരെ തുള്ളി കുളിക്കുകയും അത് പറയുന്നത് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഉൾക്കൊള്ളി, ചിലപ്പോൾ ഭാരത സംസ്കാരം ജയ് ശ്രീറാമിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കും അവരത് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വസ്തുതയൊന്നും ഞാൻ അളക്കുന്നില്ല. ശ്രീരാമൻ എന്താണെന്നോ ഏതാണെന്നോ ഒക്കെ ഞാൻ കഴിഞ്ഞ കുറേ വീടുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സീതയ്ക്ക് പോലും വേണ്ടാത്ത ആളിനെയാണ് ഇവർ തൂക്കി കൊണ്ട് നടക്കുന്നത്. പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഉദാഹരണം വേണമെങ്കിൽ പറയാം, ബാബറി മസ്ജിദ് കയറി കുത്തിപ്പൊളിക്കുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നുണ്ട് പറ്റും. അതേപോലെ തന്നെ ആരെങ്കിലും അടിക്കുകയോ കുത്തോ വെട്ടോ ഒക്കെ ചെയ്യുമ്പോഴും ഒരു ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നുണ്ട്. ശരിയാണ്, ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ജയ് ശ്രീറാം എന്ന് അവർ വിളിക്കില്ല. പകരം അവർ വിചാരിക്കും അടുത്തൊരു കൊല നടക്കാൻ പോകുന്നുണ്ട്, ഓടിക്കളയുന്നു. 6 വയസ്സുകാരൻ കൊച്ച് പള്ളിക്കൂടം വിട്ട് തിരിച്ചു വരുമ്പോൾ, മദ്രസ വിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ പിടിച്ച് കഴുത്ത് അറുത്ത് കളഞ്ഞവനും വിളിച്ചത് ജയ് ശ്രീറാം എന്നാണ്. അനുഭവ സാക്ഷ്യം പറയുന്ന വേടനിക്ക് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇതിനെ വിവരിക്കാൻ പറ്റുക? ഇതല്ലാതെ ഒരു വിഭാഗം ജനത ഇവിടെ ഉണ്ടായിരുന്നു. കാലങ്ങളായി നമ്മൾ കേട്ടിരിക്കുന്ന ഒരുപാട് കവിതകളിൽ ഈ ഒരു കാര്യം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് പലരും. പക്ഷെ ഇത് കൂടുതൽ ചർച്ചയ്ക്ക് വരത്തില്ല. കാരണം കണ്ട കാര്യങ്ങളാണ് പറയുന്നത്, അനുഭവ സാക്ഷിയല്ല പറയുന്നത്. കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട് ചണ്ടാള വിഷയം, ചണ്ടാലിതൻ മെയ്യ് ദിജന്റെ ബീജപിണ്ഡത്തിന് ഊശ്വരമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വളരെ നല്ല വാക്കുകളിൽ കൂടെ ഇവരെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ്. ചണ്ടാലിയായ ജാതിയിൽ താന്ന ഒരുവളുടെ മെയ്, അവളുടെ ദേഹം ദിജന്റെ ബീജപിണ്ഡത്തിന് ഊശ്വരമോ എന്ന് വെച്ചാൽ, ദിജൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, അയാളുടെ ബീജത്തിന് കുഴപ്പമില്ല, അയാൾക്ക് അവളെ പ്രോഗ്രാം ചെയ്ത് കൊച്ചിനെ കൊടുക്കുക, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു സിനിമ ഉണ്ടായിരുന്നു മമ്മൂട്ടി അനുഭവിച്ച അഥർവം, കണ്ടിട്ടുണ്ടോ? അതിൽ ജനിച്ചതാണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവനിക്ക് ജനിച്ചവനാണ് മമ്മൂട്ടി. ഉയർന്ന ജാതിക്കാരിയിൽ ജനിച്ചതാണ്. ആ ജാതീയ വേർതിരിവ് അധർവത്തിലുണ്ട്. ഇന്നത് പക്ഷേ പറഞ്ഞ പ്രശ്നം, അന്നതാരും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അഭിനയിച്ച മമ്മൂട്ടിയാണോ ശുഭം? ഇന്നതെടുത്തൊന്നും കൂടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അന്ന് അത് പലർക്കും മനസ്സിലാകുമായിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇതൊക്കെ പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുമാരനാശാൻ പറഞ്ഞ കാര്യമാണ്. കുമാരനാശാൻ അന്ന് ഇത് സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു. പക്ഷെ കുമാരനാശാൻ പോലും ലൈറ്റായിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലേൻ എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. അതേപോലെ കുമാരനാശാന്റെ പല കവിതകളിലും കൃത്യമായി അന്നത്തെ ജാതീയ വേർതിരിവും ഉച്ചനീചത്വവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മലബാർ ലഹളയെ പറ്റി അദ്ദേഹം എഴുതിയ കവിതയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാര്യം. പക്ഷെ അതും വളച്ചൊടിക്കപ്പെട്ട് മുഹമ്മദീയരുടെ തലയിലേക്ക് കയറാനാണ് അവർ ഉത്സാഹിച്ചത്. 4 വരിയിൽ മുഹമ്മദീയരെ പറ്റി ചിന്തിക്കുന്ന തമ്പുരാട്ടി കുട്ടിയുടെ ചിന്തയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ട കാര്യമോ മനസ്സിലായ കാര്യമോ അല്ല. അതേസമയം മനസ്സിലായ മറ്റൊരു കാര്യം അവന് മുൻപും പിൻപും ഉണ്ട്. സ്മൃതികളിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്പൂരാർ വാണിടും കാലം എന്നെഴുതിയിട്ടുണ്ട്. അതവർ ഹൈലൈറ്റ് ചെയ്തില്ല. പക്ഷേ അത് പറഞ്ഞത് ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിലെ കുമാരനാശാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. അതൊരു പൊലേനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു അവൻ്റെ കാര്യം. അവൻ്റെ കാര്യത്തിൽ അന്നും ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളത് വസ്തുത. കുമാരനാശാൻ മഹാകവിയായതും നാരായണ ഗുരു ഇവിടെ സന്യാസി ആയതും ഒക്കെ ബ്രിട്ടീഷുകാരുള്ളതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാരാണ് എനിക്ക് സന്യാസം തന്നതെന്ന് നാരായണ ഗുരു പറയുകയും കുമാരനാശാന് പട്ടും വളയും കൊടുത്തത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. രാജാകുമാരനിക്ക്, അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കുകയും ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുകയും ചെയ്ത് അട്രാക്റ്റായി മനസ്സിലാക്കി അദ്ദേഹം ഒരു മഹാകവിയാണെന്ന് പ്രഖ്യാപിക്കുകയും പട്ടും വളയും കൊടുത്തത് ബ്രിട്ടീഷുകാരാണ്. ഇവന്മാർ കൊടുക്കൂല. അന്നത്തെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ വന്ന് ചങ്ങമ്പുഴയുടെ വാഴക്കുല നിങ്ങളൊക്കെ വായിച്ചു കാണും. കാരണം നമ്മളൊക്കെ ഒരുപാട്, എൻ്റെയൊക്കെ പ്രായത്തിൽ ഒരുപാട് വേദന തോന്നിയ ഒരു കവിതയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു സംശയമൊക്കെ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വളർന്നു വലുതായി ചരിത്രങ്ങൾ വായിക്കുമ്പോഴാണ് ഇതിനേക്കാൾ ഭീകരമായിരുന്നു എന്നുള്ള അവസ്ഥയാണ്. അയാളുടെ മാടത്തിൻ്റെ മുറ്റത്ത് മഴ വന്നപ്പോൾ ഒരു വാഴ നട്ടു, അതിൻ്റെ വാഴക്കുല വെട്ടിക്കൊണ്ട് ലവൻ പോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ പകരം ചോദിക്കാതിരിക്കുമോ പതിതരെ നിങ്ങളുടെ പിൻഗാമികൾ എന്ന് ചോദിക്കുന്ന വഴികളുണ്ട്. പകരം ചോദിക്കും എന്ന ഒരു ടോൺ
അതായത് ഒരു പ്രതീക്ഷയാണ് ചങ്ങമ്പുഴയുടെ കവികളിൽ വരുന്നത്. ആ പ്രതീക്ഷ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചങ്ങമ്പുഴ ആരും ഒന്നും ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? ചങ്ങമ്പുഴയെ ആരും ഉപദ്രവിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ളയ്ക്ക് പ്രശ്നമില്ല. കൃഷ്ണപിള്ള പറയുന്നതിൽ തെറ്റൊന്നും വരത്തില്ല. ഇനി അഥവാ വന്നാലും അത് ഒളിച്ചു വെക്കപ്പെടും. പക്ഷെ ഒരു പുലയനാണ് അവിടെ സംസാരിക്കുന്നതെങ്കിൽ അത് പണി കിട്ടുന്നത്. വാഴക്കുലയിൽ ആ ഒരു പ്രസ്തുത കവിതയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. വളരെ വേദനയോടുകൂടി മാത്രം ശ്രവിക്കാൻ കഴിയുന്ന ഒരു കവിതയാണത്. അതായത് മഴ വന്ന സമയത്തിൽ സ്വന്തം മാടത്തിൻ്റെ മുമ്പിൽ ഒരു വാഴക്കുല നട്ടു. അത് വെട്ടിക്കൊണ്ടിൽ അവൻ പോണമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ഒരു വല്ലാത്തൊരു വൈഷമ്യം അനുഭവിക്കേണ്ടി വന്ന ഒരു കുഞ്ഞിൻ്റെ വിഹ്വലത അല്ലെങ്കിൽ വേദനയാണ് എഴുതിയത്. അനുഭവിച്ചവൻ എഴുതിയെങ്കിൽ അതിന് കൂടുതൽ കാഠിന്യം ഉണ്ടായിരുന്നു, കൂടുതൽ തീജോലിയോടുകൂടി അയാൾക്ക് അത് എഴുതാൻ പറ്റുമായിരുന്നു. അത് അനുഭവിച്ചവനല്ല, കണ്ടു നിന്നൊരുത്തനാണ് എഴുതിയത്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയാണ് ചങ്ങമ്പുഴ എഴുതിയത്. ചങ്ങമ്പുഴ എഴുതുമ്പോൾ അത് പ്രശ്നം വരത്തില്ല. കാരണം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചേട്ടനാണ്. പിള്ളച്ചേട്ടൻ എഴുതുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ പിള്ളച്ചേട്ടൻ എഴുതി വെച്ച ആ വാക്ക് ഇന്നും ആപ്റ്റായ കൃത്യമായ ആളുകളിലേക്ക് എത്തുന്ന ഒരു സാധനമാണ്. എന്താണതെന്നല്ലേ? പ്രതികാര മനോഭാവത്തോടു കൂടി ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിൻ പിന്മുറക്കാർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിന്റെ പിന്മുറക്കാർ ഇതിന് പ്രതികാരം ചെയ്യാതെ വിടുമോ എന്നാണ് ചങ്ങമ്പുഴ ചോദിച്ചിട്ടുള്ളത്. ഇടശ്ശേരി വന്നിട്ടുണ്ടായിരുന്നു. ഇടശ്ശേരി എന്താ പറഞ്ഞത്? ഇടശ്ശേരി ഇതിൻ്റെ ഒരു പടി കൂടെ പോയിട്ട് ഈ നെല്ല് കൊയ്യാനായിട്ട് ഇങ്ങോട്ട് ഇറക്കില്ല എന്നാ പറഞ്ഞത്. ഈ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ട് ഓരോരുത്തരും കവിതകൾ എഴുതി അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് എഴുതിയവരുടെ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതിയിൽ അധിഷ്ഠിതപ്പെടുത്തിയാണ് ഇതിനെ പരാക്രമത്തോടു കൂടി നോക്കണമോ അല്ലെങ്കിൽ സൗമ്യ മനോഭാവത്തോടു കൂടി നോക്കണമെന്ന് ഇവറ്റകൾ ചിന്തിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ചങ്ങമ്പുഴ ഇടശ്ശേരി എന്ന് പറയേണ്ട കാര്യമില്ല. ഇടശ്ശേരി പറഞ്ഞതാണ് കൊയ്യില്ലീ വിള മറ്റാരും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മറ്റേയാൾ നട്ട വാഴക്കുലയിൽ അയാൾ വെട്ടിക്കൊണ്ട് പോകുമ്പോൾ നിസ്സംഗതരായി നോക്കി നിന്നിട്ട് നിന്റെ പിൻഗാമികൾ പ്രതികാരം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കൺസിഡറേഷനിൽ നിൽക്കുമ്പോൾ അവർ പടി കൂടെ ചെയ്യും. ഇടശ്ശേരി ഗോവിന്ദൻ നായർ അവിടെ സ്പെസിഫിക് പറയണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ഈ വിള കൊയ്യാൻ സമ്മതിക്കത്തില്ലെന്ന്. നട്ടത് ഞാനാണെങ്കിൽ ഇത് ഞാൻ കൊയ്യും. പാട്ടക്കരാറിനെതിരെയും അല്ലെങ്കിൽ പാട്ടഭൂമിക്കെതിരെയും നടക്കുന്ന ഈ കൃഷി നിയമമോ അതിന് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഗതി ആ സമയത്തൊക്കെ ഉള്ള ഒരു കവിത. അന്നത്തെ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയ കവിത. അന്നും പ്രശ്നമില്ല. പക്ഷേ കാലങ്ങൾക്കിപ്പുറവും ജാതീയ വേർതിരിവും ഇകഴ്ത്തലും മോശപ്പെടുത്തലുകളും സ്കൂളുകളിൽ പോലും അപമാനിതരായി നിൽക്കേണ്ടി വന്ന ഗതികേടിനെയും പറ്റി ആ പയ്യൻ പറയുമ്പോൾ അവൻ്റെ നാഷണാലിറ്റിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അവനെ മ്ലേച്ഛമായി ആക്രമിക്കുന്ന ഇവറ്റകളുടെ ഉള്ളിൽ ജാതീയത ഇല്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പറയരുത്. ഇവിടെ ജാതീയതയെ ഉള്ളൂ, എപ്പോഴും ഉള്ളൂ. അത് ഇല്ലാണ്ടാവുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് പലരും ജാതീയ വേർതിരിവ് താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ് പലരും മതം വിട്ട് മറ്റൊരിടത്തേക്ക് പോയത്. ജ്ഞാന ജോഷുവ എന്ന ആള് ആദ്യമായിട്ട് ഇവിടെ നിന്ന് വിദേശത്ത് പോയി പഠിച്ച വ്യക്തിയാണ്. അവൻ ഒരു ഷെഡ്യൂൾ ലെവലിലുള്ള ആളായിരുന്നു. ഷെഡ്യൂൾ കാസ്റ്റിൽ ജനിച്ച അയാൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതല്ല പഠനം, അല്ലെങ്കിൽ മേലോട്ട് പഠിക്കാന്ന് പോയിട്ട് വിദേശത്ത് പോകുന്ന പോയിട്ട് പഠനം പോലും ചിന്തിക്കാൻ പറ്റാത്ത. പക്ഷേ മതം മാറിയപ്പോൾ അയാൾ നേടിയെടുത്തത് ഓണർഷിപ്പാണ്. ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ആദ്യമായി പോയി വിദേശത്ത് പഠിക്കാൻ പറ്റി. എന്തെല്ലാം കാര്യങ്ങൾ നേടി. സ്വാഭാവികമായും അനുബന്ധമായി വരുന്നവർ പോകില്ലേ? പോവുക തന്നെ ചെയ്യും. അങ്ങനെ പോയതിന് കുറ്റം പറഞ്ഞിട്ടും കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും കാര്യമുണ്ടോ? ഇന്നും മനസ്സിലുള്ള ആ ജാതി വെറി ഉണ്ടല്ലേ, ആ പയ്യനെ ആക്രമിക്കുന്നത്. അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അവൻ സൂചിപ്പിക്കുന്നത് അവൻ്റെ മാനസിക വിഷമങ്ങളല്ലേ. അത് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? വയലാർ രാമവർമ്മയ്ക്കില്ലാത്ത കുഴപ്പവും കുത്തിക്കടപ്പമൊന്നും ഇദ്ദേഹത്തിനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ അതിന് മാപ്പ് പറഞ്ഞു മര്യാദപൂർവ്വമായിട്ട്. ഇനി നഴ്സറി സ്കൂളുകളിൽ പോലും പിള്ളേർ ജലബുദ്ധിയെ ബുദ്ധബുദ്ധിയെ ഈ പാട്ടൊക്കെയാണ് പിള്ളേർക്ക് ആവശ്യം. കാരണം ഒരു പക്ഷേ മ്യൂസിക്കിൻ്റെ ഇതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ന്യൂജൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവൻ പറയാം. ആ കുട്ടികൾക്ക് അതിൻ്റെ വേർഡ്സ് അറിഞ്ഞത് കൊണ്ടല്ല, ആ മ്യൂസിക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം. അത് കേൾക്കുമ്പോൾ ഇത്രയും ചൊറിച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പലരും ഈ പറയുന്ന സംഗീതത്തിൻ്റെ മറ്റൊരു ലൈംഗിക വശങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ലൈംഗിക വശങ്ങളുള്ള എത്രയോ മറ്റേ ഗാനങ്ങൾ വയലാർ എഴുതിയിട്ടുണ്ട്. എല്ലാ ഗാനത്തിൻ്റെ അർത്ഥതലങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ ഈ ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി, ഇതിനകത്ത് എന്തോരമുണ്ട് സെക്സ്. ഒരു പെണ്ണിൻ്റെ നിതംബത്തിനെയും യോനിഭാഗത്തിനെയും വർണ്ണിച്ച് തകർക്കുകയാണ് അതിനകത്ത്. മൊത്തം അങ്ങനെയാണ്. ഗജരാജ വിധാത മന്ദഗതി എന്ന് വെച്ചാൽ ആന നടക്കുമ്പോഴുള്ള മന്ദഗതി. ആന അനങ്ങുമ്പോൾ ചന്തിയല്ലോ ഉരുങ്ങില്ലേ. ഇത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയതാണ്. ഇതൊന്നും പ്രശ്നമല്ലേ? അവർക്കാർക്കും കുഴപ്പമില്ലേ? അതൊന്നും ഒരു കുഴപ്പമില്ലേ ഈ സമൂഹത്തിൽ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സൂചിപ്പിക്കുന്ന, അവൻ വിരചൂണ്ടുന്ന ആ രാഷ്ട്രീയം അത് പ്രശ്നമുള്ളതാണ്, അത് അംഗീകരിക്കപ്പെടുന്നതാണ്. അവൻ്റെ ചുറ്റും കൂടുന്ന ക്രൗഡ് ഭയപ്പെടുത്തുന്നതാണ്. അതൊന്നു മാത്രമാണ് വേടനെ വ്യത്യസ്തനാക്കുന്നതും വേടനെ ആക്രമിക്കാൻ ഇവർ കാണുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിശബ്ദരല്ലാതെ നമ്മളുടെ വോയിസായി അവൻ നിൽക്കുമ്പോൾ നിശബ്ദരാക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, അസഹിഷ്ണുത തീർത്തും ഇല്ലാത്ത കുറേ പാവം ജനങ്ങളുണ്ട്. അവരുടെ നാവാണ് അവൻ, അവരാണ് അവൻ്റെ ശബ്ദം. തീർച്ചയായിട്ടും അവൻ പറയുന്നത് കൃത്യമായ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എതിർക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും മാനവികതയില്ല. എത്രത്തോളം മാനവിക വിരുദ്ധമായ കാര്യങ്ങളാണ് അതിനകത്ത് സംഭവിച്ചെന്ന് കൃത്യമായി പറഞ്ഞു. പ്രത്യേകിച്ച് ജയ് ശ്രീറാം എന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതെ,
നിസ്സഹായരായ, നിസ്സംഗതരായ, ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്ന, സ്വന്തം അഭിമാനം വേട്ടയാടപ്പെടുന്നു എന്ന് കണ്ട് നിലവിളിക്കാൻ പോലും ആകാതെ സ്വന്തം കുഞ്ഞിനെ നിലത്തടിച്ച് കൊല്ലുന്നത് കാണേണ്ടി വന്ന, മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നിശബ്ദയായി കിടന്നു കൊടുക്കേണ്ടി വന്ന പെണ്ണുങ്ങളുടെ ആ കണ്ണീരിൻ്റെ ചൂട് അതെൻ്റെ നെഞ്ചിലുണ്ട്. ഞാനും ഒരു കാഴ്ചക്കാരി മാത്രമാണ്. അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ ബൽക്കീസ് ബാനു പറയുന്നത് കേട്ടിരിക്കാൻ പോലും സഹായിക്കാത്ത, ഞാനും ഈ നാട്ടിലാണല്ലോ ജനിച്ചുപോയി എന്നുള്ള വേദനയിൽ വിതുമ്പി കരയാൻ മാത്രം സാധിക്കുന്ന തക്കവണ്ണം ക്രൂരത ചെയ്ത ക്രൂരമുഖങ്ങൾക്ക് ഒറ്റ മുഖമേ ഉള്ളൂ. ആ മുഖത്തിൻ്റെ പേരാണ് ജയ് ശ്രീറാം. അത് അവൻ പറഞ്ഞത് കൃത്യമാണ്. അതിനിങ്ങനെയേ മറുപടിയുള്ളൂ. ഇതാണ് അതിൻ്റെ മറുപടി. കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ വൈകാരികമായി പോകും. വേടനൊപ്പം എന്തു വന്നാലും വേടനൊപ്പം. നന്ദി.